ഇന്ന് നമ്മളൊരു പുതിയ കൺസെപ്റ്റാണ് പുളി ചലഞ്ച്. പുളി തിന്നുക, അവരൊരു എക്സ്പ്രഷൻ കാണിക്കുക, ഒറിജിനൽ എക്സ്പ്രഷൻ ആയിരിക്കണേ. തിന്നു. ആദ്യം അമ്മയെ തന്നെ തുടങ്ങക്കളെ. തോനെ തിന്നണം, എന്നാലേ എക്സ്പ്രഷൻ വരത്തുള്ളൂ. നല്ല പുളി എന്നേടി അമ്മയുടെ പുളി. നല്ല പുളി തന്നെ. എല്ലാ നവരസങ്ങളും വരുന്നുണ്ട്. ചേട്ടൻ വെള്ളം അരച്ച് മറിയുന്ന വായില്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഈ പുളിയെ ഉണങ്ങിപ്പോയി, അതുകൊണ്ട് ഇച്ചിരി നേരം വായി കിടക്കുമ്പോഴാണ് സൂപ്പർ സൂപ്പർ അടിപൊളി. അത് കോക്ക് വായിട്ട് അങ്ങ് വിഴുങ്ങി ഇട്ട ഉടനെ അതാണ് പുളി വരാൻ. ഇഞ്ചി തരട്ടെ. ഒരെണ്ണം കൂടി വേണ്ട, നീ ശകലങ്ങാനുണ്ട്. ശരിയാ, നേരം കൊണ്ട് വരണം ചേട്ടേ. തോനെയുണ്ട്, നന്നല്ലേ അതറിയാൻ പറ്റും. എന്താ ഗുളി അകത്തോട്ടിടായി. ചാണകം തിന്ന ഫീലാണ് കാണിക്കുന്നത്. നിങ്ങൾ എന്താ തിന്നതിനു വേണ്ടി? മുതലെനിക്ക് എല്ലാ എക്സ്പ്രഷനും വരും ഇപ്പൊ. അതെ, ഓരോരുത്തരുടെ പ്രായം അനുസരിച്ചാണ് ഈ പുളപ്പ്. ഈ കുഞ്ഞു പ്രായത്തിൽ എത്ര പുളി കൊടുത്താലും അവർ കഴിക്കുന്നുണ്ടാ. അവരെ വായിക്ക് അതൊരു രസമാണ്. പിന്നെ ഒരു പ്രായം കൂടി കഴിയുമ്പം അവരൊക്കെ അത് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ എൻ്റെ പ്രായക്കാർക്ക് ഒട്ടും പറ്റില്ല. ഇത്തിരി കൂടി പ്രായം ചെന്നവരാണെങ്കിൽ അത് കാണുമ്പോഴേ അവർക്കിത് വരും. അതാ പുളി കഴിക്കുന്നെന്ന് പറയുന്ന ഓരോ ആഹാരവും ആ ഓരോ പ്രായത്തിൻ്റെതാണ്. പൊടി മക്കൾ കണ്ട അവർ പിഞ്ചപ്പുളിയൊക്കെ തിന്നുന്നുണ്ടാ. നമ്മളെയൊക്കെ പല്ലി ഒരു പുളിപ്പും പറ്റൂല. അങ്ങനെ രണ്ടുപേരും കഴിച്ചത്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റാൻ കണ്ടാ. അതാ നീ കൂടിപ്പോണ്ടാണോ? എൻ്റെ പ്രായം കൂടിപ്പോയാ ഇല്ല, പ്രായം കുറവ് എൻ്റെ പ്രായം. അപ്പൊ നമ്മൾ പുളിയൊക്കെ കഴിച്ചിട്ട് കൊള്ളാം കൊള്ളാം. എല്ലാവരും കഴിച്ചു നോക്കണം. നാടൻ പുളിയാണ് നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നാടൻ പുളി കഴിഞ്ഞു. അയ്യോ അയ്യോ സൂപ്പർ എക്സ്പ്രഷനൊക്കെ കണ്ടല്ലോ മേഡം. വളയും കൂടെ നാട്ടുകാരെ. പിന്നെ ഒരാൾ വന്നിട്ട് എന്തിനീ വളയിട്ടിരിക്കുന്നു? അമ്മയ്ക്ക് ഒരു കിട്ടാ പോരെന്ന് വള അത് ഇട്ടേക്കുന്ന. ഞാൻ പറയണ എനിക്കിട്ടപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാങ്കിലും കൊള്ളൂല്ലോ, അവിടെ കിടക്കട്ടെ. അത് തന്നെ തന്നെ എനിക്ക് വെള്ള വളയിട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്കൊരു മനസ്സിന് സന്തോഷം. മതി, സന്തോഷം ഉണ്ടെങ്കിൽ അത് മതി. ആ ഇഷ്ടം നോക്കി രണ്ടുമൂന്ന് പേരെ വളയിട്ടിരിക്കുന്നു, ഇതിന് കൊള്ളാം, വളയിടല്ലേ, വളയൊക്കെ കൊടുക്കള, ഈ വളയിടല്ലേന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനല്ല, എനിക്കൊരു തൃപ്തി. കൊള്ളാമോ കൊള്ളൂലേന്ന് എനിക്കറിഞ്ഞൂടാ, എനിക്കൊരു നല്ലൊരു തൃപ്തി. അപ്പോഴും പിന്നെ കിടക്കട്ടെന്ന് വെച്ചു. ആരാ